ഹലോ ഹലോ. ക്യാമ്പൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചോ? അച്ഛൻ മോൾ അടുത്തില്ലാതെ കരച്ചിലോട് കരച്ചിലായിരുന്നു. മൊത്തത്തിൽ ചെറിയൊരു മാറ്റമാണല്ലോ. കറക്റ്റ്, വളരെ കറക്റ്റ്. എന്താ ഭുവന? ചെറിയ മാറ്റോ വലിയ മാറ്റോ? ഇപ്പൊ പാകതയുടെ നിറകുടവാ, നിറകുടം. മുമ്പ് എന്നെ കാണുമ്പോഴേ ജയനങ്ങളെ പുതിയ പടത്തിൽ എനിക്കും റോള് വേണമെന്ന് പറഞ്ഞ് ഡയലോഗ് അടിക്കുന്ന ആളാ. ദേ ഇപ്പം മിണ്ടാട്ടം മുട്ടി നിൽക്കുക. അടുപ്പമുള്ള ആളാണല്ലേ, സിനിമാക്കാരനാണ്. അതെ, അച്ഛനകത്ത് നടക്കാൻ പോകുന്നൊരു ത്രില്ലില്. എന്നാലും അങ്കിളിനെ തീരെ മൈൻഡ് ചെയ്യാതിരുന്നത് ശരിയായില്ല കേട്ടോ. സോറി അങ്കിളെ, സോറി. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ ജീവ, ഇന്നു മുതൽ ഗസ്റ്റ് ഹൗസിൽ കയറുക. തന്നെ വന്ന് കണ്ട് പറഞ്ഞിട്ട് പോകാന്ന് കരുതി. നാളെ രാവിലെ അങ്ങോട്ട് ഇറങ്ങ്. ഒരാഴ്ച കൊണ്ട് നമുക്ക് സ്ക്രിപ്റ്റ് തീർക്കണം. ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത് പോവാം. എന്താ? അയ്യോ, അച്ഛൻ ഒരാഴ്ച പകല് ഇവിടെ കാണല്ലേ? അങ്കിളെ, ഡിസ്കഷൻ ഇവിടെ ആക്കിക്കൂടെ? മാറ്റമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. മുമ്പ് ഡിസ്കഷന് ഏറ്റവും വലിയ ഹോട്ടലിൽ പോണോന്ന് പറയുന്ന ആളാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ മോള് പറയുന്നത് ശരി. നമുക്ക് ഡിസ്കഷൻ ഇവിടെ ആക്കിയാലോ? അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? ഒരു ബുദ്ധിമുട്ടുമില്ലെങ്കിൽ സന്തോഷ. അതെ സാറേ, ഇവിടെ മതി, അതാ നല്ലേ. പൂന, വണ്ടിന്ന് ജേട്ടന്റെ ബാഗ് എടുക്ക. ജേട്ടാ, കുളിച്ച് ഫ്രഷ് ആവുമ്പോഴേക്കും ഞങ്ങളൊന്ന് നടന്നിട്ട് വരാം. ഓക്കെ, അങ്ങനെയെങ്കിൽ അങ്ങനെ. വാ മോളെ. സാറേ അങ്ങോട്ട് ഞാൻ പോയി ബാഗ് തന്നില്ല. ആയിക്കോട്ടെ. സാറേ, ഞാനൊരു കാര്യം ചോദിച്ചാ സാറിന് തോന്നിയത് പറയൂ. തോന്നിയത് പറയാനോ? സാറേ, മോളെ കണ്ടപ്പോ സാറിന് ചില വ്യത്യാസങ്ങളൊക്കെ തോന്നില്ലേ? കുറെ ദിവസം കാണാതിരുന്ന് കാണുമ്പോ ആർക്കായാലും ചില മാറ്റങ്ങൾ തോന്നുമല്ലോ. സാറ് തന്നെ പറഞ്ഞില്ലേ മുമ്പ് സാറിനെ കണ്ട അങ്കിളേന്ന് വിളിച്ച് ഓടി വരുമെന്ന്. അത് ഞാൻ ചുമ്മാ കാഷ്വലായിട്ട് പറഞ്ഞതാ ഭുവന. പക്ഷെ ഇന്ന് മൗനം പോലെ നിൽക്കുന്നുണ്ട്. അതൊക്കെ ഓരോ മൂഡല്ലേ ഭുവന. ഇതാ സാറേ. താങ്ക് യു, താങ്ക് യു. ഇതൊക്കെ പൂവനന്റെ ഓരോരോ സംശയങ്ങളാ സാറേ. അതിരിക്കട്ടെ സാറേ, രാത്രി ഭക്ഷണം എന്താ വേണ്ടത്? നോൺ വെജ് എന്താ ഉള്ളത്? ഫ്രൈ ഐറ്റംസ്. ഒരു ഡയറക്ടറിന് മുമ്പിൽ ഇങ്ങനെ ചിരിക്കാൻ പാടില്ല, പക്ഷെ ചിരിക്കാതിരിക്കാൻ പറ്റാത്തോണ്ട് പറയുക. ഫ്രൈ ഐറ്റംസ്. സാറേ, വെള്ളരിക്ക, കിച്ചടി, പച്ചടി, സാമ്പാർ, അവിയല്, തോരൻ, കാളൻ. സാറിന് ഇത് ഏത് വേണമെന്ന് പറ. മൊത്തം പച്ചക്കറിയാണല്ലോ. ഇവിടെ എന്താ വ്രതം വല്ലതുമാണോ? വ്രതമൊന്നുമില്ല, ഇത് റിയമോളുടെ പുതിയ തീരുമാനമാണ്. ഇനി ഈ വീട്ടിൽ വെജിറ്റേറിയൻ മതിയെന്ന്. അങ്ങനെയാണോ? ഇതാണ് ഞാൻ പറഞ്ഞത്. സംശയകരമായിട്ടുള്ള മാറ്റങ്ങളാണ് സാറേ, സംശയകരമായിട്ടുള്ള മാറ്റങ്ങൾ.
ഇന്നത്തെ ദിവസം എങ്ങനെ കൂവിയിട്ട്? അതിന് ഇതിനു മുമ്പ് നീ ഇങ്ങനെയൊന്നും കൂവിയിട്ടില്ലല്ലോ. അതൊക്കെ ഞാൻ കൂവിയിട്ടുണ്ട്, സ്കൂളിലൊക്കെ വെച്ച്. നല്ല രസമാ. എന്നാ അച്ഛനും കൂവട്ടെ. ആ, അച്ഛൻ നോക്കി. വർഷങ്ങൾക്ക് ശേഷം ഇതാ ഇപ്പൊ അച്ഛനും പഴയ സ്കൂൾ കുട്ടിയായി. ഞങ്ങൾ ഇതുപോലൊക്കെ ആയിരുന്നു സ്കൂളിലൊക്കെ പോകുമ്പോഴേ. കിളികളുടെയൊക്കെ കൂവല് കേട്ട്. ആ എന്റെ മനസ്സ് അന്ന് കവിതയായിട്ട് വന്നത് തന്നെയാ അച്ഛൻ. ആകാശം, നക്ഷത്രം, മഴവില്ല്, കാറ്റ്, കടല്, അതുപോലൊക്കെയാണ് അച്ഛൻ. എന്താ ഒരു മൗനം? ഒന്നുമില്ല. മോളോട് എനിക്കിപ്പോ ഇഷ്ടമുണ്ട്, കുറച്ച് ദേഷ്യമുണ്ട്. ഇഷ്ടവും ദേഷ്യമുണ്ടെന്നോ? അതെന്താ അച്ഛാ? എന്തിനാ ദേഷ്യം? എന്തിനാ പ്രത്യേകിച്ച് ഇഷ്ടം? ഇഷ്ടം എന്തിനാണെന്ന് പറയാം. മുമ്പും നമ്മൾ ഒരുപാട് യാത്രകൾ ചെയ്തു, ദൂരസ്ഥലങ്ങളിൽ ടൂർ പാക്കേജുകളൊക്കെ ആയിട്ട്. സിംഗപ്പൂരും യൂറോപ്പിലും ഒക്കെ. ഫ്ലൈറ്റിൽ പോവും, അവിടെ ഏതെങ്കിലും ഹോട്ടലിൽ താമസിക്കും, ഫുഡ് കഴിക്കും, കുറെ പിക്നിക് സ്പോട്ടുകൾ കാണും, തിരിച്ചു വരും. പക്ഷേ ഇന്നത്തെ ഈ ടൂറുണ്ടല്ലോ, വീട്ടിൽ നിന്നിറങ്ങി പറമ്പിലൂടെ നടന്ന് ഇവിടം വരെ എത്തിയ ഈ കുറച്ചു ദൂരം, ഇതിൽ നിന്ന് കിട്ടിയ സുഖവും സന്തോഷവും ത്രില്ലും ഒന്നും ഒരു ഫോറിൻ ട്രിപ്പിലും കിട്ടില്ല മോളെ. ഈ കായലിന്റെ കരയിലൂടെ നടന്നു വന്നപ്പോ കിട്ടിയ ത്രില്ല് ഒരു നയാഗരയുടെ കരയിൽ നിന്നും കിട്ടില്ല. മനസ്സിനെ സന്തോഷിപ്പിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടും തന്നെയുണ്ട്. ഇന്ന് നിന്നോടൊപ്പം നടന്നപ്പോ എനിക്കത് മനസ്സിലായി. ഇങ്ങനൊരു അവസരം ഉണ്ടാക്കി തന്നതുകൊണ്ടാ നിന്നോടുള്ള ഇഷ്ടം കൂടുന്നെന്ന് പറഞ്ഞത്. അപ്പൊ ദേഷ്യം എന്തിനാ? അതോ, മുമ്പ് എനിക്ക് ഇതുപോലൊരു അവസരം ഉണ്ടാക്കി തരാത്തതുകൊണ്ട്. മുമ്പ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ മടിയായിരുന്ന ആള് ഇപ്പൊ മൊത്തത്തിൽ അങ്ങ് മാറി. മുമ്പ് കൊണ്ടുവരാത്തതിന് മോളോട് ദേഷ്യമെന്നൊക്കെ അച്ഛൻ വെറുതെ പറഞ്ഞാണ് കേട്ടോ. അതെനിക്ക് മനസ്സിലായച്ച. അച്ഛാ, ഞാനൊരു കാര്യം പറഞ്ഞ അച്ഛന് വിഷമം തോന്നരുത്. നീ ഇങ്ങനെ ഒരു കാര്യം ചോദിക്കുമ്പോ വിഷമം തോന്നുവോ എന്നൊക്കെ ചോദിക്കുമ്പോഴാ വിഷമം തോന്നുന്നേ. നിനക്ക് അച്ഛനോട് എന്തും ചോദിച്ചൂടെ? എന്താ ചോദിക്കാനുള്ളത്? അല്ല, ക്യാമ്പില് ഒരുപാട് ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ക്ലാസ് കുടുംബത്തെ കുറിച്ചായിരുന്നു. അച്ഛനും അമ്മയും കുട്ടികളും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പറഞ്ഞു. മോള് പറയുന്നത് എനിക്ക് മനസ്സിലായി. അച്ഛാ, ഞാൻ അച്ഛനെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല, അങ്ങനെ തോന്നരുത്. അറിയാം മോളെ, അച്ഛനെ വിഷമിപ്പിക്കാൻ പറഞ്ഞല്ലെന്നറിയാം. മോളുടെ വിഷമം പറഞ്ഞാണെന്നും അറിയാം. മോളെ ഞാൻ അമ്മയുടെ അടുത്ത് എത്തിക്കാം. അയ്യോ അച്ഛാ.
അതല്ല, ഞാൻ തനിച്ച് അമ്മയുടെ അടുത്ത് പോകുന്ന കാര്യമല്ല, നമുക്ക് ഒരുമിച്ച് പോകുന്ന കാര്യമാ. എല്ലാവർക്കും കൂടി ഒരുമിച്ച്. മോളെ, അല്ല അച്ഛ, മോളുടെ മനസ്സ് അച്ഛനെ മനസ്സിലാവുന്നുണ്ട്. അമ്മയെ കാണാൻ ആഗ്രഹിച്ച് ഒരു ക്രിമിനലിനെ അമ്മയെന്ന് വിളിക്കേണ്ടി വന്നല്ലോ എന്റെ മോൾക്ക്. അപ്പൊ മോളുടെ ഫീലിങ്സ് എത്രയുണ്ടെന്ന് അച്ഛനറിയാം. അമ്മയും അച്ഛനും മാറി താമസിച്ചപ്പോ അച്ഛൻ അറിഞ്ഞിരുന്നില്ല ഇങ്ങനെ ഒരു ദിവസം മോളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരുമെന്ന്. അല്ലച്ചാ, ഞാൻ മോൾ അച്ഛനെ വിഷമിപ്പിച്ചു എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. മോള് പറഞ്ഞതുപോലെ നമ്മുടെ ചില തീരുമാനങ്ങൾ മറ്റുള്ളവരെ ഏതൊക്കെ തരത്തിൽ ബാധിക്കുമെന്ന് അച്ഛന് മനസ്സിലാവുന്നുണ്ട്. അച്ഛൻ മോളോട് വൈകാതെ ഒക്കെ പറയാം. മോൾക്കിപ്പോ അച്ഛനേക്കാൾ തിരിച്ചറിവ് വന്നു തുടങ്ങി. കുറച്ച് കഴിയട്ടെ, അച്ഛനെല്ലാം പറയാം. എന്നിട്ട് മോളുടെ അഭിപ്രായം കൂടി അറിഞ്ഞ് വേണ്ടത് ചെയ്യാം. അച്ഛൻ നല്ല അച്ഛനാ. മക്കളുടെ ആഗ്രഹങ്ങൾ നടത്തി കൊടുക്കാൻ തോന്നുമെന്ന് വെച്ചാ എത്ര നല്ല കാര്യമാ. അച്ഛനും അമ്മയും പിരിയാൻ വലിയ എന്തോ കാര്യമുണ്ട്, അല്ലേ അച്ഛാ? ഞാൻ പറയാം മോളെ. പാവം അച്ഛൻ, പാവം അമ്മ. എന്ത് കാരണം കൊണ്ടായിരിക്കും പിരിഞ്ഞത്? എന്തായാലും ശരി, ഞാനും റിയയും കൂടി രണ്ടുപേരെ ഒന്നിപ്പിക്കും, തീർച്ച. അച്ഛ, ദിയ അച്ഛന്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ? അച്ഛൻ വൈകുന്നേരം കാപ്പി കുടിച്ചോ? ദിയ എന്ത് ചെയ്യുന്നു? എനിക്ക് അച്ഛനെ കാണാത്ത വിഷമമുണ്ട്, പക്ഷെ അമ്മയെ കിട്ടിയ സന്തോഷമുണ്ട്. ഹലോ റിയേ, ഹലോ. ഞാനിപ്പോ അച്ഛന്റെ കൂടെ പുറത്തു പോയിരുന്നു. ആണോ? ഷോപ്പിങ്ങിനാണോ? അല്ല, നടക്കാൻ. നടക്കാനോ? എവിടെ? ഹെൽത്ത് ക്ലബിലാണോ? എന്ത് ഹെൽത്ത് ക്ലബിലോ? വീട്ടിനടുത്തുള്ള കായലിന്റെ കരയില്. നല്ല രസമായിരുന്നു. ഞാൻ ഭയങ്കര ത്രില്ലിലായിരുന്നു. എനിക്കും ഭയങ്കര ത്രില്ല. ഞാൻ അമ്മയും കൊണ്ട് പുറത്തു പോണെന്ന് വിചാരിച്ചിരിക്കയാ. പിന്നെ അപ്പൊന്ന് ശ്രദ്ധിച്ചോണേ, അവൻ ഏത് കാര്യത്തിനും കൂടെ കൂട്ടണം. അവന് വിഷമം തോന്നരുത്, പ്ലീസ്. അത് ഞാൻ ശ്രദ്ധിച്ചോളാം. പക്ഷെ അമ്മയെ കാണുമ്പോ എനിക്ക് പിന്നെ ആരെയും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. പ്ലീസ്, ആരെ ശ്രദ്ധിച്ചില്ലെങ്കിലും അപ്പുവിനെ ശ്രദ്ധിക്കണേ, പ്ലീസ്. ശരി, ഞാൻ നോക്കിക്കോളാം. പിന്നെ ഒരു കാര്യം. എന്താ? അമ്മയായിട്ട് പിരിഞ്ഞ കാര്യവും ഒന്നിക്കാനുള്ള കാര്യമൊക്കെ ഞാൻ അച്ഛനോട് ചെറുതായിട്ട് സൂചിപ്പിച്ചു തുടങ്ങി. ദീദിയെ വളരെ സൂക്ഷിച്ച്. എന്തെങ്കിലും സംശയം തോന്നിയാ ഒക്കെ കളാവും.
പിന്നെ ചിലപ്പോ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം കൂടും. നമ്മൾ പറ്റിച്ചു എന്നൊക്കെ തോന്നിയാ നമ്മളോടും ദേഷ്യം വരും. ഞാൻ ഒക്കെ സൂക്ഷിക്കുന്നുണ്ട്. പക്ഷെ ചിലപ്പോ അറിയാതെ ഞാൻ ധീയായി പോവും. എന്റെ കാര്യം അതൊക്കെ തന്നെയാ. എന്തായാലും ഞാൻ മാക്സിമം ശ്രദ്ധിക്കുന്നുണ്ട്. ആ പിന്നെ എന്താ നീ എന്തിനാ വെജിറ്റേറിയൻ സ്വീകരിച്ച്? വലിയ കഷ്ടം തന്നെ. ആ പിന്നെ ഒരു സന്തോഷമുള്ള കാര്യമുണ്ട്. എന്താ? ഇന്ന് അമ്മ എനിക്ക് ചോറ് വാരി തന്നെ. അമ്മ വാരിത്തന്ന ചോറ് കഴിച്ചപ്പോ ഭയങ്കര ടേസ്റ്റ് തോന്നി. കുറെ ചോറ് കഴിച്ചു. എന്നാ നീ ഒരു കാര്യം അറിഞ്ഞോ? ഇവിടെയുള്ള എല്ലാവരെയും ഞാൻ വെജിറ്റേറിയൻ ആക്കി. ആണോ? ദേ നീ എന്റെ നിന്ന് വാങ്ങിക്കൂ. ഇനി ഞാൻ അങ്ങോട്ട് വരുമ്പോ ഞാനും സാമ്പാറും കത്തിരിക്കയൊക്കെ ആയിരിക്കോ കഴിക്കേണ്ടി വരുന്നത്. നീ വെജിറ്റേറിയൻ ശീലിക്ക്, പിന്നെ ബുദ്ധി കൂടും. പിന്നെ വെജിറ്റേറിയൻ കഴിക്കാതെയല്ലേ ഞാൻ ഈ കുബുദ്ധിയൊക്കെ കാണിച്ച് നിന്നെ ഇവിടെ എത്തിച്ചത്. അത് നേരാ. പിന്നെ നീ വിളിക്കുമ്പോ എനിക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ അങ്ങോട്ട് വിളിക്കാം. ആ നീ ഒരു മിസ് കോൾ അടിച്ച് കട്ട് ചെയ്താ മതി. ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. അപ്പു നിന്റെ അടുത്തുണ്ടോ? ഇല്ല, അപ്പു അപ്പുറത്തുണ്ട്. അപ്പുവിനെ ഒറ്റയ്ക്കാക്കരുത്. എപ്പോഴും നിന്റെ കൂടെ തന്നെ നിർത്തണം. ആദ്യം അമ്മയുമായിട്ട് ഞാനൊന്ന് സെറ്റ് ആവട്ടെ. എന്നിട്ട് അപ്പനെയും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ പാവം പോലെ തന്നെ അവൻ നല്ല ബുദ്ധിമാനാ. എന്തേലും സംശയം തോന്നിയാ അവനെല്ലാം പൊളിക്കും. അവന് സംശയം തോന്നാതെ ഞാൻ ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്കൊന്നും പിടികിട്ടുന്നില്ല. ഇനി ഞാൻ സ്വപ്നം കാണുന്നതാണോ? ഇതെല്ലാം എനിക്ക് തോന്നുന്നതാണോ? ചേച്ചി ഇങ്ങനെ അല്ലല്ലോ. ഇനി എനിക്കെന്തെങ്കിലും പറ്റിയോ? ഞാൻ വെറുതെ കാണുന്നതാണോ? ചേച്ചിക്ക് നോൺ വെജിറ്റേറിയൻ വേണോന്ന് പറഞ്ഞു. കണ്ണട വയ്ക്കുന്നില്ല. ഡോക്ടറെ കാണാൻ പോവണ്ടെന്നും പറഞ്ഞു. ചേച്ചി വേറെ ആളായിട്ട് മാറിയോ? പക്ഷെ ഒന്നും മനസ്സിലാവുന്നില്ല. മുമ്പൊക്കെ ഇത്രയും സമയം ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കില്ലായിരുന്നു. അതിനു മുൻപേ ചേച്ചി എന്റെ അടുത്ത് വരും. ഇതിപ്പോ ചേച്ചിക്ക് അമ്മ മതി. എന്തായാലും നോക്കട്ടെ. അച്ഛമ്മയെ കളിച്ചേച്ചി പാവോ. ആ വീട്ടിൽ പാവമല്ലാതിരുന്ന ഒരേ ഒരാള് ഞാൻ തന്നെയാ. അച്ഛനക്ക് വലിയ ഇഷ്ടാ. അതുപോലെ തന്നെ അച്ഛനും എനിക്കും ഒക്കെ. ചേച്ചിയുടെ ശബ്ദമല്ലേ? ചേച്ചി ആരോടെ സംസാരിക്കുന്നേ? ഇത് പിടിക്കണം. ആ ഓക്കെ പിന്നെ വിളിക്കാം. ശരി. ആരോടെ സംസാരിച്ചേ? ആരോട് സംസാരിച്ചെന്നോ? പിന്നെ ശബ്ദം കേട്ടതോ?
അച്ഛൻ എന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ. അതാണോ എന്റെ അപ്പുക്കുട്ട? അതെ, ക്യാമ്പയിന് ഞങ്ങൾക്ക് ഒരു അസൈൻമെന്റ് ഉണ്ടായിരുന്നു. ഒരു നാടകം ചെയ്യണം. അത് കാണാതെ പറഞ്ഞു നോക്കുമായിരുന്നു ഞാൻ. നീ എന്താ വിചാരിച്ചേ? ഞാൻ ആരോടെങ്കിലും സംസാരിക്കായിരുന്നാണോ? എന്റെ അപ്പുക്കുട്ട, എനിക്ക് സംസാരിക്കാൻ നീയല്ലാതെ ഇവിടെ ആരോ ഉള്ളത്? ക്യാമ്പിൽ ഞാൻ നിന്നെ കുറിച്ച് എല്ലാരോടും പറഞ്ഞു. ആണോ? എന്നെ കുറിച്ച് പറഞ്ഞോ? പിന്നെ എന്റെ അപ്പു പാവമാണ്, എന്നോട് വലിയ ഇഷ്ടമാണ്. എനിക്ക് അപ്പുമില്ലാതെ ഒരു നിമിഷം പോലും കഴിയാൻ പറ്റില്ല. എനിക്ക് എന്താഗ്രഹം ഉണ്ടെങ്കിലും എന്റെ അപ്പുക്കുട്ടനത് സാധിച്ചു തരും. ഞാൻ എല്ലാ കാര്യവും പറഞ്ഞു. സത്യം? സത്യം. ആ, ഒരു മിനിറ്റ്, ഞാൻ ദാ വരുന്നു. ബാക്കി ഞാൻ വന്നിട്ട് വിശദമായിട്ട് പറയാം. ഉം. പാവം ചേച്ചി. ചേച്ചി സൂപ്പറാ. ചേച്ചി എന്നെ കുറിച്ച് എല്ലാവരോടും പറഞ്ഞെന്നു. ചേച്ചിക്ക് എന്നെ വലിയ ഇഷ്ടമാണെന്നും പറഞ്ഞു. പാവം ചേച്ചി. ചേച്ചി ഡബിൾ സൂപ്പറാ. പക്ഷെ ചേച്ചി എന്തോ ഒളിക്കുന്നുണ്ടോ? എല്ലാം ഒന്ന് കണ്ടുപിടിക്കണം.